ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു ബിൽഡിങ്ങാണ് നമ്മുടെ ബുർജ് ഖലീഫ. അപ്പോൾ അവിടെ ഏതൊരു മലയാളിക്കും ഒരു ഇവൻ്റ് നടത്തുക എന്നുള്ളതൊരു സ്വപ്നമാണ്. സജി, നമസ്കാരം. നമസ്കാരം ജോസി. എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, നന്നായി പോകുന്നു. എങ്ങനെയുണ്ട് ജോബ് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട്? ജോബും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഇവൻ്റ് നടത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു ബിൽഡിങ്ങാണ് നമ്മുടെ ബുർജ് ഖലീഫ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. അപ്പോൾ അവിടെ ഏതൊരു മലയാളിക്കും ഒരു ഇവൻ്റ് നടത്തുക എന്നുള്ളതൊരു സ്വപ്നമാണ്. അപ്പോൾ അത് നടത്തിയിരിക്കുകയാണ് സജി. അതെ, വളരെ സന്തോഷമുണ്ട്. ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അബി ബാങ്കിൻ്റെ 50ാമത് ആനിവേഴ്സറി ആയിരുന്നു. അതെ. അപ്പോൾ അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ? ആദ്യമേ തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോഴത്തേക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വെനുവാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ ഈ ഹബീബ് ബാങ്കിൻ്റെ 50ാമത് വാർഷികമാണ്. അപ്പോൾ അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒരു കാരണം വെച്ചാൽ പോലും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രോജക്റ്റിലേക്ക് ഇൻഡെപ്തിലേക്ക് നമ്മൾ ഡിസ്കഷനും ക്ലയൻറ്റുമായിട്ട് വെനു നമ്മൾ 2-3 വട്ടം പോയി വിസിറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ വന്നു. അത് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. എത്ര ദിവസത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇവൻ്റ്? ഈ ഇവൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂർ, 5 hours, 5 അല്ല 6 മണിക്കൂറത്തെ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ എത്ര ദിവസത്തെ? നമുക്കൊരു 7 to 10 days വേണ്ടി വന്നിരുന്നു. 10 days 10 days പ്രൊഡക്ഷൻ. ഇത്രയും നല്ലൊരു ഇവൻ്റ് 10 days സെറ്റപ്പ് ഒക്കെ അതിൽ ഇല്ല, സെറ്റപ്പ് അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ അത് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിങ് വർക്കുകളാണ് ചെയ്തത്. ബ്രാൻഡിങ് വർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ളത് സൈനേജ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു 50th ആനിവേഴ്സറിയുടെ ഒരു ലോഗോ ഉണ്ടായിരുന്നു. 50ാമത്തെ ആനിവേഴ്സറിയുടെ ഒരു സൈനേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ദുബായ് മോളിൻ്റെ ഫ്രണ്ടിലുള്ള വാട്ടർ ഫൗണ്ടൈൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു. പക്ഷേ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസൈൻ ടൈമിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടൊന്നുമില്ല, അത് സ്ട്രക്ചറിൽ തന്നെ നിർത്തണം. അതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഏതാണ്ട് 5 മീറ്ററോളം വരുന്നുണ്ട്. 5 മീറ്ററോളം വരുന്നുണ്ട്. പിന്നെ ആ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു തുടക്ക സമയത്ത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ടീമുമായിട്ടും ടെക്നിക്കൽ പേഴ്സണുമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിസൈൻ ടീമുമായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തു. അതിനെ സൊല്യൂഷൻ കണ്ടെത്തി നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ഇത്രയും നല്ലൊരു വലിയൊരു ബിൽഡിങ്ങിൽ പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സെക്യൂരിറ്റി പെർമിഷൻ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നടത്തിയെടുത്തു. തീർച്ചയായിട്ടും സെക്യൂരിറ്റി അവരുടെ ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ആരൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്, കുറേ ഒരു ഡോക്യുമെൻറ്റേഷൻ പാർട്ടുണ്ട്. അതെല്ലാം നമ്മളത് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോയത്. അപ്പോൾ എല്ലാവരുടെയും പ്ലാനിങ് ആണ്, പ്രോപ്പർ പ്ലാനിങ് ആയിരുന്നു. ടീം വർക്ക് തീർച്ചയായിട്ടും. ടീം വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നല്ലൊരു സപ്പോർട്ടായിരുന്നു ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനേജിൻ്റെ ഒരു എന്താ പറയുക, ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ നമ്മളൊന്ന് ലൈറ്റ് ഒന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും അതിനെ തന്നെ നോക്കിയിട്ട് ഒത്തിരി അഭിപ്രായം പറയുകയും അവർ കുറേ വീഡിയോസ് എടുക്കുകയും കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയും തൊട്ടടുത്ത് തന്നെ വന്നിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചെയ്തൊരു വർക്ക് മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, അവരതിലൊരു സന്തോഷം കാണുന്നുള്ളതാണ്. നമ്മളത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. അത് കിട്ടിയ ഒരു ലൊക്കേഷൻ അത്രയും മനോഹരമായ ഒരു ലൊക്കേഷൻ. തീർച്ചയായിട്ടും. ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊക്കെ റിപ്പോർട്ടുകളൊക്കെ പക്ഷേ ക്ലയൻറ്റ് വളരെ ഹാപ്പിയാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഈ പ്രൊജക്റ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്തപ്പോൾ അന്ന് തൊട്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ സെറ്റപ്പ് കഴിഞ്ഞ് നമ്മൾ റിമൂവൽ വരെ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഇതും അവർക്ക് എന്താ പറയുക നെഗറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് പറയേണ്ട രീതി നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ തുടക്ക സമയം നമ്മൾ ചെയ്ത പോലെ തന്നെ എന്താ പറയുക ഡിസൈൻ ടീമാണ് ആദ്യമേ ഇതിൻ്റെ അതുണ്ടായിരുന്നത്. അപ്പോൾ ഡിസൈൻ ടീം അവരിപ്പം ഓരോ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ക്ലയൻറ്റിന് കൊടുക്കും. അപ്പോൾ ക്ലയൻറ്റ് 3 weeks എടുത്തിട്ടുണ്ട് ഫൈനലൈസ് ചെയ്യാൻ. പ്രൊഡക്ഷൻ്റെ ടൈം എന്ന് പറയുമ്പോൾ ഒരു 7 to 10 days പ്രൊഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് 50th ആയിരുന്നു നമുക്ക് ഇവൻറ്റിൻ്റെ ഇത് വന്നിരുന്നത്. നമ്മൾ 14th മോർണിംഗ് ഒരു 7 o'clock നമ്മൾ വെനുവിൽ റീച്ചായി. നമ്മുടെ ടീം എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച നമ്മൾ ഒരു 7 മണിക്ക് അവിടെ റീച്ച് ചെയ്തു. എനിക്കൊന്നൊരു 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. വെള്ളിയാഴ്ച രാവിലെ ഒരു 10 മണി 11 മണി ആകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവൻറ്റിൻ്റെ സമയം വന്നിരിക്കുന്നത് ഈവനിങ് ആണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്ലയൻറ്റും വളരെ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ അവർക്ക് ടെൻഷൻ ഫ്രീ ആണ്. കാരണം വെച്ചാൽ വീണ്ടും നമുക്കൊരു 5-8 മണിക്കൂർ കിടപ്പുണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റി. ഇതിന് മുന്നേ നിങ്ങൾ ഇവന്റ് നടത്തിയുള്ള ഒരു പരിചയങ്ങൾ
ഉണ്ട്. ഞാൻ 13 ഇവന്റ്സ് ഇവന്റ്സ് ചെയ്തിട്ടുണ്ട് യു എൽ തന്നെ യു എൽ തന്നെ. യു എൽ തന്നെ അപ്പോൾ ചെയ്തിരിക്കുന്ന മൊത്തം നമ്മൾ ഈ ബ്രാൻഡിങ്ങിൻ്റെ ജോബുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെയ്തിട്ടുള്ളത് സൈനേജസും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ കിയോസ്കുകൾ ചെയ്യുന്നുണ്ട്. ചില ഇവൻറ്റ്സിലൊക്കെ പോയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡിയോ പോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എന്താണോ കോൺസെപ്റ്റ് അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ നമുക്കൊരു കോൺസെപ്റ്റ് ചെയ്ത് തരുമ്പോൾ ഇന്നൊരു ഏരിയയിൽ ഇന്ന രീതിയിൽ വേണമെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഐഡിയ അവരുമായിട്ട് ഷെയർ ചെയ്യും. പ്രസന്റേഷനൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കും ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വർക്കാണ്. വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ പ്രകാരം തന്നെയാണ് നമ്മളെല്ലാം എക്സിക്യൂട്ട് ചെയ്തത്. സൈനേജിൻ്റെ കേസ് എടുത്താലും സൈനേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഇവൻറ്റിൽ. ഹബീബ് ബാങ്കിൻ്റെ 50th ആനിവേഴ്സറി വരുമ്പോഴത്തേക്ക് ഞാൻ ലോഗോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 50 years എന്നുള്ളത് 50 years in UAE എന്നുള്ളതായിരുന്നു ആ ലോഗോയിലുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന ഡെലിഗേറ്റ്സ് എല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ലോഗോയാണ്. അപ്പോൾ ആ ലോഗോയ്ക്കകത്ത് തന്നെ പറയാതെ പറയുന്നുണ്ട് 50 വർഷമായിട്ട് ദുബായ് UAEയിൽ ഹബീബ് ബാങ്ക് ഉണ്ടെന്നും അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ആ ലോഗോ തന്നെ പറയുന്നു. പിന്നെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇൻസ്റ്റാളേഷനൊക്കെ ലോഗോയുടെ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലയൻറ്റും വളരെ ഹാപ്പിയായി. ബ്രാൻഡിങ് ജോബൊക്കെ സമയബന്ധിതമായിട്ട് നമുക്ക് തീർത്തു കൊടുക്കാൻ പറ്റി. പിന്നെ അവിടെ ചെയ്തിരുന്ന ബ്രാൻഡിങ്സ് അത് വല്ലാത്തൊരു പ്രൊഫഷണലായിട്ടാണ് നമുക്ക് ഫീൽ ആയിട്ടുള്ളത് കണ്ടത്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ടീം മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. 10 വർഷത്തിന് മേലെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ ആ ഒരു വേ എങ്ങനെയാണെന്നുള്ളത് അവർ ആ വർക്കിലും കാണിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത് അതേപോലെ നിലനിർത്തി കൊണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതിൻ്റെ എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയുടെ കേസിൽ നമ്മൾ ലോ ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ യൂസ് ചെയ്തെല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഔട്ട്പുട്ടും നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ സജി, എല്ലാവിധ ആശംസകളും. ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല പ്രൊജക്റ്റുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ജാസി. താങ്ക് യു സോ മച്ച്.